ഭയങ്കരനാ കുട്ടികൾ ഇനി കിട്ടുകയില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ തോട്ടിൽ നിന്ന് ചെറിയ തോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ആഫ്രിക്കൻ മുഷയെ കാണാറുണ്ട്. അപ്പോൾ അതിന് ചൂണ്ടിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് നോക്കാം ചൂണ്ടിട്ട്. ഇതെൻ്റെ തറവാട് വീടിൻ്റെ പറമ്പിനോട് ചേർന്നുള്ളൊരു തോടാണ്. ചെറിയ തോടാണ്. ഇതിനകത്ത് ചെറിയ മീനുകളൊക്കെയാണ് ഉള്ളത്. ചെറിയ പരൽ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ മീനുകളൊന്നുമില്ല. എന്തായാലും ആഫ്രിക്കൻ മുഷ ഇതിനകത്തൊന്ന് ചാടിയിട്ടുണ്ട്. വേറെ കുളത്തിൽ നിന്നൊന്ന് ചാടിയതായിരിക്കും. അപ്പോൾ എന്തായാലും അതിനൊന്ന് പിടിക്കാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കസിൻ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വട്ടവൻ എന്ന് പറഞ്ഞ മീനിൻ്റെ തലയാണ് ഇടുന്നത്, കുറക്കാനായിട്ട് ഓർത്തിടുന്നത്. ഈ തോട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചൂണ്ടിട്ട് പിടിച്ചതാണ്. ഇതിട്ടേ കിട്ടുമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പുറത്തോട്ട് ഒറ്റ വിഴുങ്ങായിരിക്കും. ഇത് വെള്ളം മുങ്ങിയപ്പോഴത്തേക്കും അടുത്തുള്ള കുളത്തിൽ നിന്നൊക്കെ ചാടിപ്പോയ മുഷികളാണ്. ചൂണ്ട പുറത്തേക്കായാലും ഊരിപ്പോരും. ചൂണ്ട കോർക്കണം. അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് ഇടാൻ പോവാണ്. ഇതിങ്ങനെ ഇട്ട് വെക്കുകയാണ്. അപ്പോഴത്തേക്കും ആകുമ്പോൾ ഒന്ന് കൊത്തിക്കോളൂ. നമ്മൾ ഇട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും മാറി ഇരുന്നാൽ മതി. എവിടേക്ക് പോവും? ഉടക്കിയിരിക്കുന്നേ. എപ്പോൾ നടന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ട് വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ട് മീനൊന്നും കൊത്തിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചൂണ്ടയുടെ വെച്ചിട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കാണ് കസിൻ വിളിക്കുന്നത് മീൻ കൊത്തിയെന്ന് പറഞ്ഞു. അപ്പം പോയാ ഓടുന്ന ഓട്ടമാണ് ഈ കാണാം. വട്ടം കയറി പിടിച്ചാൽ വിട്ടാക്കല്ല ഒരു കാരണവച്ചാൽ ഭയങ്കരനാ. വിട്ടാക്കല്ല ഇനി കിട്ടുകയില്ല. അല്ല, അവിടെ ഓട്ടമുണ്ടോ? ആ, അതിൻ്റെ താഴത്തോട്ട് വിട്ടാക്കല്ലേ കമന്ന് വായിക്കറ്. അതിൻ്റെ ചെളിക്ക് അതൊന്നും പിടിച്ചാൽ കിട്ടുകയില്ല. ചെളിക്ക് കൂട്ടി അമ്മക്കെ പിടിച്ചോ. പൊക്കി എടുക്ക്. ഒരെണ്ണമല്ല കേട്ടോ, ഇനിയുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല സൈസുള്ള മുഷിയാണ്. പറഞ്ഞല്ലേ ഒന്നര വലിക്ക് തൂക്കി എടുത്ത് കുറേ നേരം ഇവിടെ കിടക്കണായിരുന്നു. ഞാൻ തൂങ്ങിട്ടാണ് ഇങ്ങനെ പൊക്കി കാണിച്ചതാ. ചെറിയ ഉടക്കം ഉണ്ടായിരുന്നു. വിട്ടാ പോകും, പറഞ്ഞു പോകും. ഇനിയുണ്ട് ഞാൻ. വരില്ലാണ്ടോ? 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 വേറെ കിട്ടുന്നു. മീനെ മൊത്തം നിർന്നു തോട്ടിൽ. ഈ ചപ്പിൻ്റെ ഇടയിലൊക്കെ ഇനിയും മുഷിയുണ്ട്. ഒരുപാട് മുഷികൾ ഇവിടെ കാണാറുണ്ട്. ഇതിലും വലുതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുഷിയെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ റെഡിയാക്കി വറക്കാനായിട്ട് തീരുമാനിച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചി കേട്ടോ ഇതിൻ്റെ. ഇനി കഴിച്ച് നോക്കി അറിയാം രുചി എങ്ങനെയുണ്ടെന്ന്. നമ്മൾ കുളത്തിൽ വളർത്തുന്ന മീനുകൾക്ക് പൊതുവെ രുചി കുറവാണ്. പക്ഷേ ഇത് നാച്ചുറൽ പോണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള തോട്ടിൽ കിടക്കുന്ന മീനുകൾക്ക് രുചി ഉണ്ടാവാം. എന്തായാലും നോക്കാം.
അപ്പം അധികം ചേരുവകളൊന്നും ഇല്ലാതെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെന്താ കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് നമ്മളതിനെ വറക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതെടുത്ത് കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. എല്ലാവരും പറയുന്ന പോലെ നല്ല ടേസ്റ്റാണ് ഇതിന്. ചുമ്മാ ആൾക്കാർ പറയുന്നതാണ് ടേസ്റ്റൊന്നും ഇല്ലെന്ന്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.